മെഡിക്കൽ ഫീൽഡിൽ ഇതുവരെ നടന്നിരിക്കുന്ന സ്റ്റഡീസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കൺസെപ്റ്റ് അല്ല, ഞാൻ ജനറലി നമ്മൾ മെഡിക്കൽ സയൻസ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് 2 തരം സ്റ്റഡീസാണ് നമ്മളിപ്പം ലോകത്ത് മെയിൻലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഏകദേശം 1970s മുതലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വന്നത്. ഇപ്പോൾ ഒരു 50 വർഷമായിട്ട് 50-55 വർഷമായിട്ട് അതിൻ്റെ സ്റ്റഡീസ് അത് വളരെ വിപുലമായിക്കൊണ്ടിരിക്കുക. അതിൽ ഒന്ന് NED സ്റ്റഡീസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അതാണ് ഇവരൊക്കെ പലരും പറയുന്ന എക്സ്പീരിയൻസ്. രണ്ടാമത്തെ റീഇൻകാർണേഷൻ സ്റ്റഡീസ്, നമ്മുടെ പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള സ്റ്റഡി. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡിയിൽ നമ്മളിവർ പറഞ്ഞതും അതുമായിട്ട് ചേരുന്നുണ്ട്. അത് 1-2 പേരെയൊന്നും വെച്ചല്ല, thousands ഓഫ് പീപ്പിളിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു കാർഡിയോളജിസ്റ്റാണ്, ഞാനൊരു ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹം 1000 വന്നു കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത്. അത് ലാൻസെറ്റിൽ, അതായത് മെഡിക്കൽ ഏറ്റവും ടോപ്പ് ജേർണൽസാണ് ലാൻസെറ്റ് എന്നൊക്കെ പറയുന്നത്, അതിലും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം അതൊരു ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, നമ്മളുടെയൊക്കെ സ്റ്റെൻഡ് ഇടുന്ന കാർഡിയോളജിസ്റ്റ് ഉണ്ടല്ലോ, അതായിട്ട് ഡച്ച് കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ വന്നിരുന്ന എല്ലാവർക്കും ഒരു കോമൺ പാറ്റേൺ ആണ് കാണുന്നത്. അതായത് ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് കുറച്ച് നേരമായിട്ട് ഞാൻ മറുപടി പറയാൻ തുടങ്ങിയ ഒരു കാര്യം, അന്നൊക്കെ ഈ ആത്മീയത തല്ലുകൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ആഞ്ഞ് തല്ലാണ്. അപ്പൊ നമുക്ക് ഈ തല്ലുകൂടി തീരുമാനിക്കേണ്ട കാര്യമില്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഭാരതീയ ദർശനങ്ങളോ അല്ല ലോകത്തുള്ള പല തരത്തിലുള്ള ദർശനങ്ങളോ ഒക്കെ, അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ബഹളം വെക്കുന്നതായിട്ടും അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബഹളം വെക്കുന്നതായിട്ട് തോന്നുന്ന ഒരു പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈവൻ ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ കേസുകൾ പോലും ബ്രെയിനിലേക്ക് ഓക്സിജൻ കണ്ടന്റ് കുറയുമ്പോൾ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ഹാലൂസിനേഷൻസും ഫീലിങ്സും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മനഃശാസ്ത്രത്തെ തള്ളിപ്പറയുകയോ ആത്മീയതയെ തള്ളിപ്പറയുകയോ എന്നതിനപ്പുറത്ത് ഇതൊരു ഇന്റഗ്രേറ്റഡ് വേർഷനിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ആത്മീയതയും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത മനഃശാസ്ത്രവും നന്മയും, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നന്മയും സ്നേഹവും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന എന്തുമാണ് ഇന്ന് ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മള് ഉണ്ടോ എന്ന്, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഒരു മനഃശാസ്ത്രത്തിന്റെ ഭാഷയിലല്ല താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് ജനത്തിന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അപകടമാണെങ്കിൽ മുന്നോട്ട് പോയിക്കോട്ടെ. അതല്ല നമ്മൾ ഇതിനെക്കുറിച്ച് തുറന്ന മനസ്സോടുകൂടി പരസ്പരം മനസ്സിലാക്കപ്പെടണം എന്നുള്ളൊരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്, നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയണമെന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പൊ ഇവർ പറയുന്ന അവരുടെ ഓരോരുത്തർ എക്സ്പീരിയൻസ്. താങ്കൾ എടുക്കുന്ന ഒരു ശാസ്ത്രീയ നിലപാടാണോ വ്യക്തിപരമായ? അല്ല, ഇതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ശാസ്ത്രീയപരമായ രീതിയിലുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ദർശനങ്ങൾക്ക് ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ വ്യക്തിപരമായിട്ട് മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്ത്, നമ്മൾ ഈ ഒരു 100 വർഷം മാക്സിമം ജീവിച്ചിട്ട് ഇവിടെ തീർന്നു പോകുന്നതിനപ്പുറത്ത് നമുക്കൊരു നിത്യത കിട്ടുന്നുണ്ടെങ്കിൽ അതിനോടാണ് എനിക്ക് യോജിപ്പ്. ഞാൻ പറയാം, ഇദ്ദേഹം പറഞ്ഞത് ഒട്ടും ഈ സൈക്കോളജി ഞാൻ പറയാം, ഇദ്ദേഹം പറഞ്ഞത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൻസറാണ്, ഒരു നിരീക്ഷണമാണ്. ശാസ്ത്രത്തിന്റെ വഴി അതല്ല. ശാസ്ത്രീയമായി ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ NED-യുടെ കാര്യം അല്ലെങ്കിൽ NDE-യുടെ കാര്യം, അവർ പറയുന്ന നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ആസ്ട്രോ പ്രൊജക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മരണാനന്തര സ്വപ്നം, മരണാനന്തര ജീവിതം എന്ന ഒരു സ്വപ്നം, മരണത്തെ മറികടക്കാനുള്ള വ്യഗ്രത, ഇതിലുണ്ടായി വന്ന പഴയ കഥകളുടെ ഏറ്റവും പുതിയ വേർഷൻസും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പഴയ അന്ധവിശ്വാസങ്ങൾ ഏതെങ്കിലും കുപ്പിയിലാക്കാൻ പറ്റുമോ എന്നുള്ള പഠനവുമാണ്. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ പഠനങ്ങളിലും അവരുടെ ആ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള വ്യവഹാരങ്ങളുണ്ട്. ആ വ്യക്തിയുടെ തലച്ചോറിൽ ഇപ്പം ഹൃദയം നിന്നു എന്നതാണ് മരണത്തിന് ഒരു ലക്ഷണമായിട്ട് എടുക്കുന്നത്. ഹൃദയം മരിച്ചു കഴിഞ്ഞാലും ഹൃദയം നിശ്ചലമായതിനു ശേഷം പിന്നെയും മിനിറ്റുകൾക്ക് ശേഷമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നിൽക്കുന്നത്. ആ ഒരവസ്ഥയിൽ മനുഷ്യൻ്റെ ചിന്തകൾ, ഈ ആകെ നമ്മുടെ ബോധം, ചിന്ത എന്നൊക്കെ പറയുന്നത് തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനമാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായി വരുന്ന ഹാലൂസിനേഷൻസ് ആണ്. ഈ പറയപ്പെടുന്ന എല്ലാത്തിൻ്റെയും കൂടി ഒരു പ്രവർത്തനമല്ലാതെ ഇത് പുറത്തുനിന്നുള്ള ഒരു എനർജിയോ ഒരു ഇതിനെ തട്ടിപ്പായി, ഇതിനെ കച്ചവടവൽക്കരിച്ച് തട്ടിപ്പ് നടത്തുന്നവരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.